നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമയാണ് മാർച്ച് മാസം 19-ന് റിലീസ് ചെയ്യാൻ പോകുന്ന പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ട്രെയിലർ കണ്ടു. അത്യാവശ്യം കൊള്ളാവുന്ന ട്രെയിലർ തന്നെയാണ്. നമ്മുടെ നിവിൻ പോളി, ഷർഫുദ്ദീൻ ഒക്കെയാണ് സിനിമയിൽ കൂടുതൽ സ്ക്രീൻ സ്പേസ് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ ഹരിശ്രീ അശോകനെ കാണാൻ സാധിക്കുന്നുണ്ട് സിനിമയിൽ. പിന്നെ പണ്ട് കാലത്ത് അത്യാവശ്യം നല്ല ഒരു OG ആക്ടേഴ്സ് കാണുന്നുണ്ട് സിനിമയിൽ അഗെയിൻ വീണ്ടും. മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ലൊരു ട്രെയിലറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ തിരക്കഥയും സംവിധാനവും ഉണ്ണികൃഷ്ണൻ ബി ആയതുകൊണ്ട് തന്നെ ഒരു പേടി തന്നെ ഉണ്ട്. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ സിനിമകളൊക്കെ വലിയ നല്ലൊരു ലൈനപ്പ് ആയിരുന്നില്ല. വളരെ ഡിസാസ്റ്റർ ആയിട്ടാണ് ബോക്സ് ഓഫീസിൽ അവസാനിച്ചത്. പക്ഷേ ഈവൻ പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും നമ്മുടെ നിവിൻ പോളി ആണെങ്കിലും ഇദ്ദേഹത്തിന് ട്രസ്റ്റ് ചെയ്തിട്ട് വീണ്ടും സിനിമ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഹോപ്പ് വെക്കാൻ നമുക്ക് വേണമെങ്കിൽ. പിന്നെ നല്ലൊരു പൊളിറ്റിക്കൽ ത്രില്ലർ കാറ്റഗറിയിലാണ് സിനിമ വരുന്നത്. അതുകൊണ്ട് തന്നെ ജനത അത്യാവശ്യം നല്ലതായിട്ട് വരാനും ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ ഒരു പരിധി വരെ സിനിമേൻ്റെ കഥ ഡോളർ കേസാണെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു ഡോളർ കേസിൻ്റെ ആ ഒരു സ്റ്റോറി. എന്തായാലും നിവിൻ പോളിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ഐറ്റം ആയിട്ടായിരിക്കും പടം എന്തായാലും റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സിനിമയിലെ ഒരുപാട് കട്ട് ആൻഡ് ആക്ഷൻസ് ഉണ്ട്, അത്യാവശ്യം കൊള്ളാം. പിന്നെ സിനിമയിൽ ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ചു. നിവിൻ പോളി ചോദിക്കുന്നൊരു ചോദ്യം തനിക്ക് എന്നെ അറിയത്തില്ലല്ലോ എന്ന രീതിയിൽ. അപ്പോൾ ഒരു പേടിച്ചിട്ട് പെട്ടെന്നൊരു ഫാസ്റ്റായിട്ട് എന്തോ ഒരു വെടി പോക കാണിക്കുന്നുണ്ട്. അത് വല്ല ഏജന്റ് ആണെങ്കിൽ പുള്ളി പണി നിർത്തി വേറെ വല്ല പരിപാടിക്ക് പോവായിരിക്കും. എന്തായാലും അത് ഏജന്റ് ആവില്ലെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനിവേ പടം റിലീസ് ചെയ്യുന്നത് മാർച്ച് 19-നാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും മറക്കാതെ കൺബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. പടത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മ്യൂസിക് നമ്മുടെ ജസ്റ്റിൻ വർഗീസ്, ഡയറക്ഷൻ തിരക്ക നമ്മുടെ ഉണ്ണികൃഷ്ണൻ ബി ആണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് മാർച്ച് 19-ന് പടത്തിന്റെ റിലീസിനായിട്ട്. എത്ര പേരാണ് ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് കൺബോക്സ് ചെയ്യപ്പെടുത്തുക.